The manya, but this is Hello guys, welcome to part 4 of Manali series, The Snow. Today is something extra special for me because it is my last day as a 25-year-old girl. പിന്നെ സ്നോയും കൂടി കാണാൻ പോകുന്നതുകൊണ്ട് രാവിലെ ഞങ്ങൾ നേരത്തെ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഒരു ഫിച്ചൊക്കെ എടുത്ത് നിന്ന്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ജപ്പാനി ഫ്രൂട്ട്. ഇത് ആക്ച്വലി ജപ്പാനിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ മല കയറുന്നതിന് മുന്നേ തന്നെ സ്നോ ഡ്രസ്സും ബൂട്ട്സും ഒക്കെ എടുക്കാനായിട്ട് ഒരു കടയിൽ നമ്മൾ നിർത്തിയായിരുന്നു. പക്ഷെ എന്റെ ഡ്രസ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ കുറേ ചോദിച്ചു എനിക്ക് വേറെ കളർ തരുമോ. അപ്പൊ അവര് പറയാ അതിന്റെ സൈസ് ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സങ്കടമൊക്കെ മാറ്റി വെച്ച് അങ്ങ് പ്രകൃതി എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ സ്നോ ആക്ടിവിറ്റീസും സെലക്ട് ചെയ്യുന്നത്. പേയ്മെന്റും എല്ലാം അപ്പം തന്നെ. നമ്മൾ മല കയറി പോകുമ്പോൾ ആ മഞ്ഞുമലകൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഈ റോഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് BRO ആണ്. ഇടയ്ക്ക് മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് റോഡൊക്കെ കുറെ തകർന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒക്കെ വർക്ക് പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇറ്റ് വാസ് അട്ടൽ ടണൽ. നമ്മൾ അട്ടൽ ടണലിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഫുൾ മഞ്ഞൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടിയില്ലെങ്കിലും ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ അട്ടൽ ടണലിന്റെ അകത്തേക്ക് കയറിയപ്പോഴേക്കും ഇറ്റ് വാസ് റിയലി ഗുഡ്. ലൈക്ക് ഒന്ന് ചിന്തിച്ച് നോക്ക്, 9 കിലോമീറ്റേഴ്സ് ഇത്രയും മലകൾ തുറന്ന് 10,000 ഫീറ്റിന് എബോ ഉള്ള വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് ടണൽ, ദാറ്റ് ഈസ് ഇൻ ഇന്ത്യ. അട്ടൽ ടണൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ കയറിയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇതിലും ബെറ്റർ വ്യൂ ആണ് നമ്മൾ സ്നോ ഉള്ള ടൈമിൽ വന്നാൽ. പക്ഷെ ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. ലൈക്ക് വി ഹാവ് ടു എംബ്രേസ് ദ നേച്ചർ ഇൻ ഓൾ സീസൺസ്. നോ അങ്ങനെ ടെറൈൻ മാറി ഫൈനലി നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ മഞ്ഞുമലകളുടെ മഞ്ഞ് നമ്മൾ ഒരു കയ്യകലത്തിൽ കാണാൻ തുടങ്ങിയപ്പോഴേക്കും വി വർ സോ എക്സൈറ്റഡ്. അങ്ങനെ ഫൈനലി വി റീച്ച് ഗ്രാംഭു എന്ന് പറയുന്ന ഒരു വില്ലേജ്. ഇവിടെയാണ് സ്നോ കുറച്ചെങ്കിലും കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ATV റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3,000 rupees ആണ് ഒരു ATVക്ക് വരുന്നത്. ഐ സ്റ്റിൽ ഡോണ്ട് നോ വെദർ ഇറ്റ് വാസ് വർത്ത് ബിക്കോസ് അവർ നമ്മളത് പറഞ്ഞത് 4 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അത്രയൊന്നും ഇല്ല. ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഫൈനലി നമ്മൾ സ്നോയുടെ അടുത്തെത്തി. ഞാനാണെങ്കിൽ തണുത്ത് വിറച്ച് ഭയങ്കര ലാഗായിരുന്നു ഞാൻ അവിടെ. ബട്ട് ടു ബി ഫ്രാങ്ക് ഇറ്റ് വാസ് നോട്ട് സ്നോ ഒക്കെ ഐസ് ആയിട്ടിരിക്കുകയായിരുന്നു. അത് കാരണം ഞാൻ ഒരുപാട് തവണ വീണു. കുറേ തവണ ഞാൻ വീണ് ലാസ്റ്റ് എനിക്ക് തന്നെ അങ്ങോട്ട് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. നമുക്ക് ആർട്ടിഫിഷ്യൽ സ്നോ വരച്ചെടുക്കാം. സ്നോ ഇത് മഞ്ഞ് ബട്ട് ഇത് ഭയങ്കര ഒരെണ്ണം ഇതിൽ കൂടി ചാടി കളിക്കുന്നു. പിന്നെ ഞാൻ എവിടെ ഇരുത്തിയോ അവിടെ തന്നെ അങ്ങ് അനങ്ങാണ്ടങ്ങ് ഇരുന്ന്. അവരൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ 3-4 ഈ ഒരു ട്യൂബ് റൈഡും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല ചൂട് മാഗിയും കഴിച്ചിട്ട് അടുത്തൊരു സ്പോട്ടിലേക്ക് പോയി. കോക്സർ ആണെന്ന് തോന്നുന്നു ഈ ഒരു വില്ലേജിന്റെ പേര്. വൈകുന്നേരം ആയപ്പോഴേക്കും ഒടുക്കലത്തെ തണുപ്പായിരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ടു ബി ഹിയർ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.